ഹലോ, അപ്പോൾ നമുക്കൊരു ബീൻസ് തോരൻ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിഞ്ഞ പച്ചമുളകും അതേപോലെ വെളുത്തുള്ളി അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് അതൊന്ന് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാമേ. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്തെന്ന് തോന്നുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചിരണ്ടിയതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി ഇട്ടിട്ട് ആ ചൂടോടി തന്നെ നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ.